ഹലോ ആൾ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് LED ബ്ലിങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് കോഡ് ഡിസ്കസ് ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ വരുന്നത് പിൻ മോഡാണ്. അപ്പോൾ ബേസിക്കലി ഈ പിൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം 14 ഡിജിറ്റൽ പിന്നും 6 അൺലോക്ക് പിന്നുമാണ് നമുക്ക് ആർഡിനോയ്ക്കകത്തുള്ളത്. ഈ പിന്നുകൾ നമുക്ക് ഒന്നെങ്കിൽ ഡാറ്റ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഡാറ്റ അവിടുന്ന് ഔട്ട്പുട്ടായിട്ട് എടുക്കാനോ നമുക്ക് സഹായിക്കുന്നു ഈ ഒരു പിന്നുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻസേഴ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സെൻസർ വഴി നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്ത് അർഡിനോ വഴി നമുക്ക് ഡിസ്പ്ലേയിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിസ്റ്റത്തിലോട്ടോ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഡാറ്റ ഇൻപുട്ട് ആയിട്ട് പോവാം. ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് വെച്ച് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ബേസിക്കലി LED നമ്മളൊരു ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ആക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം രണ്ട് മോഡ്, ഒന്ന് ഇൻപുട്ട് മോഡ്, ഔട്ട്പുട്ട് മോഡ്. അപ്പോൾ ഏത് മോഡാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏത് പിന്നിൽ നിന്നാണ് നമുക്ക് ആ ഒരു മോഡ് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത്, അതായിരിക്കും നമ്മൾ പിൻ മോഡ് ഡിസ്കസ് ആക്കുന്നത്. അതായത് പിൻ മോഡ് നമ്മൾ 13 പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ 13ാമത്തെ ഡിജിറ്റൽ പിന്ന് ഔട്ട്പുട്ട് മോഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് പിന്നിൻ്റെ മോഡ് എന്താണെന്ന് ഇപ്പം നമ്മൾ ഡിസ്കസ് ആക്കുന്നത്. 13ാമത്തെ പിന്ന് ഔട്ട്പുട്ട് മോഡിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, കാരണം നമുക്ക് LED നമുക്ക് എന്താ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് വോൾട്ടേജ് തരുന്നത് അല്ലേ. ഇപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു ഔട്ട്പുട്ടാണ്. ഡാറ്റാസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ല, ഇത് ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രോഗ്രാം എഴുതുമ്പം ഓരോ പിന്നുകളുടെ മോഡുകൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, പിൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഒന്ന് 13 ആൻഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള മോഡായിട്ട് നമ്മൾ എന്തിനെ ചെയ്യുന്നത്, ഈ ഒരു പിന്നിനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് പിൻ മോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷനാണ് നമ്മുടെ വോയിഡ് ലൂപ്പിന് അകത്ത് വരുന്നത് ഡിജിറ്റൽ റൈറ്റ്. ഈ ഡിജിറ്റൽ റൈറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം ഈ ഒരു DC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ മൈക്രോ കൺട്രോളറിൽ ഡിജിറ്റൽ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡിജിറ്റൽ സപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നത്, ഡിജിറ്റൽ പൾസുകളാണ് നമുക്ക് കിട്ടുന്നത്. കൺട്രോളറിൽ വരുന്നത് ഡിജിറ്റൽ വാല്യൂസ് ആണ്, അതായത് 0s and 1s ആണ്. ഓക്കെ, അതായത് വോൾട്ടേജ് ഹൈ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ എന്ന കൺസെപ്റ്റ് മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പിന്നും നമുക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ പിന്നും നമുക്കൊരു വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒരു ഡിജിറ്റൽ വാല്യൂ റൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ഡിജിറ്റൽ വാല്യൂ റൈറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പിന്നിനെ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ അതിൽ കൂടെ വോൾട്ടേജ് വരുത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു പിന്നിൽ കൂടെ ഒരിക്കലും നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ 13th പിന്നിൽ കൂടെ നമ്മൾ വോൾട്ടേജ് ഹൈ ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് കൊടുത്താലേ ഈ LED നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഡിജിറ്റൽ വാല്യൂ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിജിറ്റൽ വാല്യൂ ഏതൊക്കെ ആയിരിക്കും, ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ. ഹൈ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കയറും, ലോ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സ്റ്റോപ്പ് ആവും. അതായത് 1 and 0. 1 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഹൈ ആവും, 0 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ലോ ആവും. അപ്പം ആ ഒരു പർട്ടിക്കുലർ പിന്നിലോട്ട് നമ്മളൊരു ഹൈ വാല്യൂ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിജിറ്റൽ റൈറ്റ് 13, ഹൈ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 13th പിന്നിലോട്ട് ഹൈ വോൾട്ടേജ് നമ്മൾ കയറും. ഹൈ ഇൻ സെൻസ് 5 വോൾട്ട്. ഈ അർഡിനോ ഇപ്പം നമുക്ക് തരുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ 5 വോൾട്ട് സപ്ലൈ ഇതിലെ കൂടെ കയറി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് ഡിലേ ഫംഗ്ഷനാണ്. ഈ ഡിലേ ഫംഗ്ഷൻ തൽക്കാലം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇത് കമന്റ് ഔട്ട് ആയിട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഫോർവേഡ് സ്ലാഷ് ഇടുമ്പോൾ ഇത് കമന്റ് ഔട്ട് ആയിട്ട് മാറും. ഇതിനെ ഇപ്പോൾ അത് കോഡായിട്ട് റീഡ് ചെയ്യത്തില്ല, ഇതൊരു സ്റ്റാറ്റിക് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിലവിൽ റീഡ് ആവുന്ന ഏതായിരിക്കും, ഈ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ റീഡ് ആവത്തുള്ളൂ, ഇതിപ്പോൾ റീഡ് ആവത്തില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിനെ LED ഓൺ ആക്കാനുള്ള കൂടെ നമ്മൾ ഹൈ എന്ന് പറഞ്ഞു കൊടുത്താൽ LED ഓഫ് ആക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, അതേ പിന്നിനെ നമുക്ക് ലോ ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം വേറെ പിന്നിനെ ലോ ആക്കിയാൽ വോൾട്ടേജ് ലോ ആവത്തേ ഉള്ളൂ, പക്ഷേ ഈ ഒരു പിന്ന് ലോ ആവത്തില്ല. അപ്പം അതേ പിന്നിനെ ലോ ആക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, വോൾട്ടേജ് ലോ ആവത്തുള്ളൂ. നമുക്കിതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോൾട്ടേജ് ഹൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കമന്റ് ഔട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഹൈ ആക്കി കൊടുക്കുമ്പോൾ വോൾട്ടേജ് ഹൈ ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ലോ ആവണമല്ലോ. പക്ഷേ ഈ ഒരു കേസസിൽ LED ഹൈ ആവുന്നുണ്ട്, പക്ഷേ ലോ ആവുന്നില്ല. പക്ഷേ ഇൻ ദ പ്രാക്ടിക്കൽ കേസിൽ
അത് ഓൾറെഡി ലോ ആവുന്നുണ്ട്, പക്ഷെ ആ ഒരു ഡ്യൂറേഷൻ ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്കത് ഒബ്സർവബിൾ അല്ല. അപ്പം ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് ലോ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ കൊടുക്കും. ഓക്കെ, അപ്പൊ ഡിലേ ഇൻ ദ സെൻസ് എന്താന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഹൈ ആയതിനു ശേഷം, ആ പിന്ന് ഹൈ ആയതിനു ശേഷം ഒരു സെക്കൻഡ് ഡിലേ കൊടുക്കുക. അതായത് ഒരു സെക്കൻഡ് അത് കത്തി നിൽക്കണം. അതായത് കത്തി ഉടനെ ഓഫ് ആവാതെ കത്തി ഒരു സെക്കൻഡ് നിന്നിട്ട് വേണം അത് ഓഫ് ആവാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ്റെ അർത്ഥം എന്താണ്? ആദ്യം ഡിജിറ്റൽ റൈറ്റ് നമ്മൾ കയറി ഒരു വാല്യൂ ഹൈ ആക്കി കൊടുത്തു, ഒരു സെക്കൻഡ് ഡിലേ, ഒരു സെക്കൻഡ് അവിടെ കത്തി നിൽക്കാൻ പറഞ്ഞു, പിന്നീട് അതിനെ ലോ ആക്കിയിട്ട് ഒരു സെക്കൻഡ് ഓഫ് ആയി നിൽക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ പ്രശ്നം വെച്ചാൽ നമ്മൾ ആ ഓഫ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലോ ആക്കിയില്ലെങ്കിൽ എഗെയിൻ അത് ഹൈ ആക്കി നിൽക്കുന്നത് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ലോ ആവുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലോയിലും ഒരു ഡിലേ കൊടുത്താലേ എന്താ സംഭവിക്കത്തുള്ളൂ? ലോ ആവത്തുള്ളൂ. ഇതിൽ ഡിലേ 1000 എന്ന് പറഞ്ഞാൽ, ഡിലേ എന്നൊരു ഫംഗ്ഷൻ ആണ്. ഡിലേ 1000 എന്ന് പറഞ്ഞാൽ 1000 ഒരു മില്ലി സെക്കൻഡ് വാല്യൂ ആണ്. അതായത് 1 സെക്കൻഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് ഡിലേയിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഡിലേയുടെ വാല്യൂ മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 5 സെക്കൻഡ് വയ്ക്കുവാണെങ്കിൽ ഈ LED 5 സെക്കൻഡത്തേക്ക് ഓൺ ആയി നിൽക്കും. 1 2 3 4 5 ദെൻ ഓഫ് ആയി. കണ്ടോ? അതേസമയം നമ്മൾ തിരിച്ചു വെക്കുകയെന്ന് വിചാരിച്ചോ, ഞാനിതിപ്പോൾ 1 ആക്കി 5 സെക്കൻഡ് ഇത് മുകളിലോട്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ അപ്പോൾ 5 സെക്കൻഡ് ഇത് ഓഫ് ആയി കിടക്കും. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കത്തി നിന്നിട്ട് 5 സെക്കൻഡ് 5 4 5 ആൻഡ് 6 കഴിയുമ്പോഴത്തേക്ക് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ഫംഗ്ഷനും ഡിജിറ്റൽ റൈറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു അടുത്തൊരു ഫാക്ടർ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഒരു കോഡ് മീൻസ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഈ ഒരു പ്രോഗ്രാമിംഗ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ലീനിയർ ഫോർമാറ്റിലാണ്. ഓക്കെ, ലീനിയർ ഫോർമാറ്റ് ഇൻ ദ സെൻസ് ഞാനിപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാനിപ്പം LED സിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് ഓൺ ആവുന്നത് ഹൈ ആയിട്ടാണ് ലോ ആവുന്നത് അല്ലേ? ഓൾറെഡി വോൾട്ടേജ് ഹൈ ആവുന്നുണ്ട്, പിന്നാണ് അത് ലോ ആവത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇൻ ദ സെൻസ് ഇതിൻ്റെ സീക്വൻസ് മാറുവാണെങ്കിൽ ഇത് റിവേഴ്സ് ആയിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ ഒരു കോഡ് തിരിച്ചെഴുതി വെച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ഓൾറെഡി ഇത് സ്റ്റാർട്ട് ആവുന്നത് ലോയിൽ നിന്നായിരിക്കും, പിന്നാണ് ഹൈ ആവുന്നത്. ഒന്നുകൂടെ സിമുലേറ്റ് ചെയ്യാം. ലോയിൽ സ്റ്റാർട്ടായി പിന്നെ ഹൈ ആയി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ഒബ്സർവ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു 3 സെക്കൻഡ് ഡിലേ കൊടുക്കാം. അപ്പോൾ നോക്കാം മതി, ഇവിടെ 1 2 ആൻഡ് 3 അത് കഴിഞ്ഞിട്ടാണ് LED ഓൺ ആവുന്നത്. അപ്പം സീക്വൻസ് മാറ്റേഴ്സ്, അതായത് നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ടാസ്കിൻ്റെ വർക്കിങ്ങിൻ്റെ രീതികൾ മാറും. മേ ബി ആദ്യം സംഭവിക്കുന്നത് അവസാനം സംഭവിക്കും, അവസാനം സംഭവിക്കുന്നത് ആദ്യം സംഭവിക്കും. അപ്പം നമ്മുടെ ഇതൊരു എപ്പോഴും പ്രോഗ്രാമിംഗ് റൺ ആവുന്നത് എന്ത് ഫോർമാറ്റിലാണ്? ലീനിയർ ഫോർമാറ്റിലാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വെച്ചിരിക്കണം. ഓക്കെ, ആൻഡ് ഇപ്പം നിലവിൽ ഈ ഒരു കോഡ് എങ്ങനെ റൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. വോയിഡ് സെറ്റപ്പ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം ഒരു വട്ടം റൺ ആവാനാണ്. വോയിഡ് ലൂപ്പ് എന്തെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് പലവട്ടം റൺ ചെയ്യാൻ വേണ്ടിയാണ്. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ എന്തെന്ന് പറഞ്ഞാൽ ലൂപ്പിൽ മാത്രം ഇത് വർക്ക് ചെയ്യത്തുള്ളതെന്നാണ്. പക്ഷെ അങ്ങനല്ല. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോഡ് സെറ്റപ്പിൽ ഇട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു കോഡ് നമുക്ക് സെറ്റപ്പിൽ ഇട്ട് നോക്കിയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നോക്കുക, ഈ സെറ്റപ്പിൽ ഇട്ടപ്പം കോഡ് ഒരു വട്ടം റണ്ണായി പിന്നെ ഓഫായി. കണ്ടോ? ഇതാണ് ഇവിടെ എക്സാക്ട്ലി സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ LED ബ്ലിങ്കിങ് നമ്മൾ ലൂപ്പിലിട്ടപ്പം ലൂപ്പ് പോലെ തന്നെ അത് വർക്ക് ചെയ്തു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം ഞാൻ സെറ്റപ്പിൽ കൊണ്ടിട്ടപ്പോഴോ അത് ഒരു വട്ടം മാത്രം റണ്ണായിട്ട് ഓഫായി. അപ്പോൾ സെറ്റപ്പ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു പർട്ടിക്കുലർ കോഡ് ഒരു വട്ടം റൺ ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിൻമോഡിട്ട് അവിടെ കൊണ്ടിട്ടാൽ വർക്ക് ചെയ്യത്തില്ല എന്ന്. വർക്ക് ചെയ്യും, നോക്കാം. എഗെയിൻ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഡിംനെസ് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഈ ഡിംനെസ് ഇവിടെ കാണുന്നത് എന്താ? കാരണം ഇപ്പോൾ ഒരു വോൾട്ടേജ് ഇതിലൂടെ കറക്റ്റായിട്ട് കയറി ഇറങ്ങുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഈ പിൻമോഡ് ഇപ്പം എപ്പോഴും ലൂപ്പിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെറ്റപ്പിൽ നമ്മൾ വോൾട്ടേജ് ഒരു വട്ടം ഹൈ ആക്കി ഒരു വട്ടം ലോ ആക്കി കഴിഞ്ഞു. പക്ഷെ അതിന് മുന്നേ നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു, നമുക്ക് ഈ പിന്നിനെ ആക്റ്റീവ് ആക്കണമായിരുന്നു. ഓക്കെ, ഈ പിന്നിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു പർട്ടിക്കുലർ കോഡ് വേണം റൺ ആവാൻ.
പക്ഷേ ഇതിന് പകരം ഇപ്പോൾ ആദ്യം റൺ ആവുന്ന കോഡ് ഏതാ? ഈ ഹൈ ലോ ആണ്. അതുകൊണ്ട് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ പിൻ ആക്റ്റീവ് ആക്കുന്നതിന് മുന്നേ ഒരു വോൾട്ടേജ് ഹൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു അബ്നോർമാലിറ്റീസ് പോലെ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. കണ്ടോ, കറക്റ്റ് വോൾട്ടേജ് ഒന്നും കയറി ഇറങ്ങുന്നില്ല. അതേസമയം നമ്മൾ പിൻ മോഡ് മുകളിലിടുമ്പോൾ ആദ്യമേ അത് റീഡ് ചെയ്യും, എന്നിട്ടായിരിക്കും അത് റൺ ചെയ്യുന്നത്. നമുക്ക് ഇത് മൊത്തം കൂടെ എടുത്ത് നമ്മൾ താഴെ ലൂപ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ ആ സംഭവം വർക്ക് ചെയ്യും. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പിൻ മോഡ് ഇവിടെ കൊണ്ടിടാത്ത കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഒരു വട്ടം റൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് റൺ ആക്കേണ്ട ആവശ്യമില്ല. ലൂപ്പിൽ പിന്നെ അത് എന്താ പറയുന്നത്, ഓണും ഓഫും ഒക്കെ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെറിയ പ്രോഗ്രാമിൽ നമുക്ക് ആ ഒരു ഡിലേ നമുക്കൊരു ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം മീൻസ് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഡിലേസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ലൂപ്പിൽ കൊണ്ടിട്ടാൽ അത്രയും ഡിലേ വരും ആ കോഡിന് റൺ ആവാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഒരു വട്ടം റൺ ആയാൽ പിന്നെ അത് റൺ ആക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ഹൈ ഇരുന്നോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ആദ്യം ഒരു കമ്പൈലറാണെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം സെറ്റപ്പ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കും. സെറ്റപ്പ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിൻ മോഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, പിന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിൻ മോഡാണ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആക്കേണ്ടത് 13 ഔട്ട്പുട്ട് മോഡിൽ. അപ്പോൾ ഒരു വട്ടം ഞാൻ ഇത് റീഡ് ചെയ്തു. ഓക്കെ, ഒരു വട്ടം ഞാൻ റീഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൂപ്പിലോട്ട് പോകും. ലൂപ്പിൽ പോകുമ്പം എനിക്ക് കാര്യം മനസ്സിലായി, ഞാനൊരു കമ്പൈലർ ആണെങ്കിൽ ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ട് ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. ഞാൻ റൺ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റീസെറ്റ് ബട്ടൺ നമുക്കുക. റീസെറ്റ് ബട്ടൺ നമുക്കുന്ന സമയത്ത് ഒരു ഡിലേ കാണുന്നുണ്ടോ ഹൈ ആയി നിൽക്കുന്നതിൻ്റെ? ഈ ഡിലേ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു കമ്പൈലർ ആണെങ്കിൽ ആദ്യം വോയിസ് സെറ്റപ്പിൽ ഈ കോഡ് റൺ ആക്കിയിട്ട് ഒരു വട്ടം റൺ ആക്കും. പിന്നെ ഞാൻ ലൂപ്പിൽ ചെന്നത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? ലൂപ്പിൽ എപ്പോഴും ഈ പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ റീസെറ്റ് എപ്പോഴും അമുക്കുന്നോ ആ മൊമെന്റിൽ ഇത് മൊത്തത്തിൽ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും, ഫ്രം ദ ബിഗിനിങ് സെറ്റപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഇവിടെ വരുന്നത്. ഓക്കെ, റീസെറ്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഒന്നിൽ നിന്ന് പിന്നെയും തുടങ്ങുവാണ്. ഒരു വട്ടം പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിരിക്കും എപ്പോഴും വോയിഡ് ലൂപ്പിൻ്റെ അകത്തായിരിക്കും. പിന്നെ ഒരിക്കലും സെറ്റപ്പിലോട്ട് പോകത്തില്ല അൺലെസ് അണ്ടിൽ നമ്മൾ പവർ ഡിസ്കണക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ നമുക്കൊന്ന് അവസരം ഇല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അത് റീസെറ്റ് ആവത്തുള്ളൂ. ആൻഡ് ആ ഒരു കേസിലായിരിക്കും ഈ കോഡ് രണ്ടാമത് ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ പിൻ മോഡ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷനും പിൻ മോഡ് ഫംഗ്ഷനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് കുറച്ചുകൂടി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ആക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.